ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഇൻ ദ കിങ്ഡം ഓഫ് ഫൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. In the kingdom of fools, both the king and the ministers were idiots. They didn't want to run things like other kings, so they decided to change night into day and day into night. They ordered that everyone should be awake at night, till their fields and run their business only after dark and go to bed as soon as the sun came up. Anyone who disobeyed would be punished with death. The people did as they were told for fear of death. The king and the minister were delighted at the success of their project. One day, a guru and his disciple arrived in the city. It was a beautiful city. It was broad daylight, but there was no one about. Everyone was asleep, not a mouse stirring. Even the cattle had been taught to sleep by day. The two strangers were amazed by what they saw around them and wandered around town till evening, when suddenly the whole town woke up and went about its nightly business. എന്താണ് അപ്പോൾ ഒരു രാജ്യത്ത്, അതായത് ഇൻ ദ കിങ്ഡം ഓഫ് ഫൂൾസിൽ എന്താണ് ഒരു രാജാവും മന്ത്രിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇഡിയറ്റ്സ് ആയിരുന്നു. ബാക്കിയുള്ള രാജാക്കന്മാരെ കണക്കോ രാജ്യങ്ങളെ കണക്കാവോ എന്നും പെരുമാറാൻ അവർ തയ്യാറായിരുന്നില്ല. ഇവർ ചെയ്തത് എന്താണ്, എപ്പോഴും വ്യത്യസ്തമായിരിക്കണം തങ്ങളുടെ രാജ്യമെന്ന് ചിന്തിച്ച് രാത്രി പകൽ ചെയ്യുന്ന കാര്യങ്ങളും രാത്രി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഇപ്പോൾ കച്ചവടങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം രാത്രി ചെയ്യണം, പകൽ എന്ത് ചെയ്യണം, ജനങ്ങളെല്ലാവരും ഉറങ്ങണം. അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ ഇതാരെങ്കിലും എതിർത്താൽ, അല്ലെങ്കിൽ ഇതാരെങ്കിലും ചെയ്തില്ല എങ്കിൽ, ഇങ്ങനെ ഇതിനനുസരിച്ച് ആരെങ്കിലും ജീവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് മരണശിക്ഷ കൊടുക്കും. അപ്പോൾ ഈ പേടി കാരണം, ഈ അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നുള്ള പേടി കാരണം എന്ത് ചെയ്തു, ഈ ജനങ്ങളെല്ലാം ഇത് അംഗീകരിച്ചു ജീവിക്കുകയായിരുന്നു. എല്ലാ കച്ചവട സ്ഥാപനങ്ങളും രാത്രിയാണ് തുറക്കാറ്, രാവിലെ എല്ലാവരും ഉറങ്ങും. എന്തിന്, കന്നുകാലികളെ വരെ രാവിലെ ഉറക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ആ സിറ്റിയിൽ വന്നു. അപ്പോൾ അതൊരു മനോഹരമായ സിറ്റി ആയിരുന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ എന്താണ്, പകലാണ് വന്നത്, അവിടെ ആരുമില്ല, ഒരു കച്ചവടവും ഇല്ല, ഒരു കടയും തുറന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പിന്നീട് വൈകിട്ട് നേരം അല്ലെങ്കിൽ രാത്രി വന്നപ്പോൾ എന്താണ്, നല്ല രീതിയിലേക്ക് കച്ചവടം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. The two men were hungry. Now that the shops were open, they went to buy some groceries. To their astonishment, they found that everything cost the same, a single dudu. Whether they bought a measure of rice or a bunch of bananas, it cost a dudu. The guru and his disciple were delighted. They had never heard of anything like this. They could buy all the food they wanted for a rupee. എന്താണ്, ആ രണ്ടുപേരും, അതായത് ഗുരുവും ഡിസിപ്പിളും ശിഷ്യനും വിശന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ കടകൾ തുറന്നിട്ടുണ്ടോ, എന്തെങ്കിലും പോയി വാങ്ങിക്കാവുന്ന രീതിയിൽ അവർ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറൊരു അത്ഭുതം. എന്താണ്, എന്ത് സാധനം എടുത്താലും ഒരു ഡുഡു, അത്രയാണ് അതിൻ്റെ വില. ഒരു ഡുഡു എന്ന് പറയുന്ന കോയിൻ, അല്ലെങ്കിൽ ആ എമൗണ്ട് അത്രയാണ് ഏത് സാധനം എടുത്താലും അതിൻ്റെ വില എന്ന് പറയുന്നത്. അതായത് കുറച്ച് അരി വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ബനാനാസ് വാങ്ങിച്ചാലും എന്താണ്, അതിൻ്റെ വില സിംഗിൾ ഡുഡു ആണ്. അപ്പോൾ ഇത് കണ്ട് ഗുരുവും ഡിസിപ്പിളും ഒക്കെ ആകെ ഡിലൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർക്ക് ഒരു രൂപയ്ക്ക് അവർ കഴിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും. When they had cooked and eaten, the guru realized that this was a kingdom of fools and it wouldn't be a good idea for them to stay there. This is no place for us, let's go, he said to his disciple. But the disciple didn't want to leave the place. Everything was cheap here. All he wanted was good, cheap food. The guru said, they are all fools. This won't last very long, and you can't tell what they will do to you next എന്നാണ് പറയുന്നത്. അതായത് ഗുരു പറയുകയാണ്, ഇത് എന്താണ്, വിഡ്ഢികളുടെ രാജ്യമാണ്, ഇവിടെ നമുക്ക് അധികകാലം നിൽക്കാൻ പറ്റില്ല, നമ്മൾ ഉടനെ തന്നെ പോകണമെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ശിഷ്യന് അതിൽ താല്പര്യമില്ല. കാരണം അയാൾക്ക് വളരെ ചീപ്പായിട്ട് ആഹാര സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അയാൾ പറയുകയാണ്, എന്തിനും ഇവിടെ ഒന്ന് പോകണം, ഇവിടെ നല്ല ചീപ്പിന് ആഹാരമൊക്കെ കിട്ടത്തില്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഗുരു പറയുന്നത് എന്താണ്, ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അടുത്ത് നിൻ്റെ നേർക്ക് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർ വിഡ്ഢികളാണ്, ഇവരടുത്ത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
But the disciple wouldn't listen to the Guru's wisdom. He wanted to stay. The Guru finally gave up and said, do what you want, I'm going, and left. The disciple stayed on, ate his fill every day, bananas and ghee and rice and wheat, and grew fat like a street side sacred bull. ഇതാണ് അപ്പോൾ ലാസ്റ്റ് ഈ ഡിസിപ്പിൾ അല്ലെങ്കിൽ ആ ശിഷ്യൻ ഈ ഗുരുവിൻ്റെ വചനങ്ങളൊന്നും കേൾക്കുന്നില്ല. അവസാനം ഗുരു പറയുകയാണ്, നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അതിനുശേഷം ഡിസിപ്പിൾ അവിടെ തന്നെ നിൽക്കുന്നു. എന്താണ്, അവിടെ നിന്ന് ഒരുപാട് ആഹാര സാധനങ്ങളൊക്കെ കഴിച്ച് ഫാറ്റായി ഒരു സേക്രഡ് ബുള്ളിനെ കണക്ക് അത് ഇത്രയ്ക്കും ഫാറ്റായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഡിസിപ്പിൾ. വൺ ബ്രൈറ്റ് ഡേ a thief broke into a rich merchant's house. He had made a hole in the wall and sneaked in, and as he was carrying out his loot, the wall of the old house collapsed on his head and killed him on the spot. His brother ran to the king and complained, "Your Highness, when my brother was pursuing his ancient trade, a wall fell on him and killed him. The merchant is to blame. This merchant is to blame. He should have built a good strong wall. You must punish the wrongdoer and compensate the family for this injustice." എന്താണ്, ഒരു ദിവസം ഒരു മർച്ചൻറ്റിൻ്റെ, ഒരു വലിയ വ്യാപാരിയുടെ വീട്ടിൽ ഒരു കള്ളൻ ആ മതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം ലൂട്ട് ചെയ്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ മതിലിടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേൽ വീണ് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ രാജകൊട്ടാരത്തിൽ ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. എന്താണ്, എൻ്റെ ബ്രദർ അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ ചെയ്യുന്ന സമയത്ത് ഒരു മതിലിടിഞ്ഞ് വീഴുകയാണ്, ഈ മർച്ചൻ്റ് കാരണമാണ്. കാരണം ഈ മർച്ചൻ്റ് നല്ല മതിൽ വെട്ടിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റിസ് വേണം, ഇതിന് കോമ്പൻസേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. റോങ് ഡൂറിനെ പണിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വന്ന് പറയുകയാണ്. The king said, "Justice will be done, don't worry," and at once summoned the owner of the house. രാജാവ് പറയണം, തീർച്ചയായിട്ടും ജസ്റ്റിസ് നൽകാം എന്നും പറഞ്ഞ് ആ രാജകൊട്ടാരത്തിലേക്ക് ആ ഹൗസിൻ്റെ ഓണറെ വിളിക്കുകയാണ്. When the merchant arrived, the king questioned him, "What's your name?" "Such and such, your highness." "Were you at when the dead man burgled your house?" "Yes, my lord. He broke in and the wall was weak. It fell on him." The accused pleads guilty. "Your wall killed this man's brother. You have murdered a man. We have to punish you." "Lord," said the helpless merchant, "I didn't put the wall. It's really the fault of the man who built the wall. He didn't build it right. You should punish him." അപ്പോൾ എന്താണ്, അങ്ങനെ പെർസനെ വിളിക്കുകയാണ്. പെർസൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ഈ മരിച്ച മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നിരുന്നു. അതെ, അപ്പോൾ ആ മതിലിടിഞ്ഞ് വീണാണ് ഇദ്ദേഹം മരിക്കുന്നതെന്ന് മെർച്ചൻ്റ് പറയുന്നു. അപ്പോൾ ആരാണ്, രാജാവ് പറയുന്നതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മതിൽ കാരണമാണ് ഇയാൾ മരിച്ചത്, നിങ്ങളിപ്പോൾ ഒരു മർഡർ ആണ് എന്നൊക്കെ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളെ പണിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മർച്ചൻ്റ് തിരിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ മതിൽ പണിതത് ഞാനല്ല, ആ പണിത ആളത് നേരെ പണിതില്ല, അതുകൊണ്ടാണ് അത് പൊളിഞ്ഞു വീണത്, അദ്ദേഹത്തിനെ പണിഷ് ചെയ്യണമെന്ന് ആര് പറയുന്നു, മെർച്ചൻ്റ് പറയുന്നു. "Who is that?" "My lord, this wall was built in my father's time. I know the man. He is an old man now. He lives nearby." മെർച്ചൻ്റ് പറഞ്ഞത് എന്താണ്, ഇത് എൻ്റെ അച്ഛൻ്റെ കാലത്ത് പണിതാണ്, പണിത ആളിനെ എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് താമസം എന്ന് പറഞ്ഞു. The king sent out messengers to bring the bricklayer who had built the wall. They brought him, tied hand and foot. അങ്ങനെ രാജാവ് മെസ്സഞ്ചേഴ്സിനെ അയക്കുകയാണ് ആ മതിൽ പണിത ആളിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയാളെ കൊണ്ടുവന്നു, കൈയും കാലും കെട്ടി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. "You there? Did you build the man's wall in his father's time?" "Yes, my lord, I did." അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളാണോ ഇയാളുടെ അച്ഛൻ്റെ കാലത്ത് ആ മതിൽ പണിത് എന്ന് ചോദിക്കുകയാണ്. അതേ എന്ന് അയാൾ മറുപടി പറഞ്ഞു. "What kind of a wall is that you built? Is this that you built? It has fallen on a poor man and killed him. You have murdered him. We have to punish you by death." എന്ത് തരത്തിലുള്ള മതിലാണ് നിങ്ങൾ പണിതത്? അതൊരാളുടെ ദേഹത്ത് വീണ് അയാൾ മരിച്ചുപോയി. നിങ്ങളാണ് കൊലപാതകത്തിന് മേലെ, അല്ലെങ്കിൽ കൊലപാതക കുറ്റം നിങ്ങളുടെ മേലെ ചുമത്തപ്പെടും, അതുകൊണ്ട് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ മരണശിക്ഷ വിധിക്കുകയാണ്. Before the king could order the execution, the poor bricklayer pleaded, "Please listen to me before you give your orders. It is true I built this wall and it was no good, but that was because my mind was not on it. I remember very well a dancing girl who was going up and down the street all day with her anklets jingling, and I couldn't keep my eyes or my mind on the wall I was built.
യു മസ്റ്റ് ഗെറ്റ് ദാറ്റ് ഡാൻസിങ് ഗേൾ, ഐ നോ വേർ ഷീ ലിവ്സ്. എന്താണ് പറയുന്നത്? ഉത്തരവിടുന്നതിന് മുമ്പ് അയാൾ പറയുകയാണ്, ഞാൻ തന്നെയാണ് മതിൽ പണിതത്, എനിക്ക് നേരെ പണിയാനും പറ്റിയില്ല, പക്ഷേ അതെൻ്റെ ഫോൾട്ട് കൊണ്ടല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഡാൻസിങ് ഗേൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധ തിരിഞ്ഞ് ആ ഡാൻസിങ് ഗേളുടെ മുകളിലായിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് മതിൽ നേരെ പണിയാൻ പറ്റാതിരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ അവരിപ്പോഴെവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. You are right. The case deepens. We must look into it. It is not easy to judge such complicated cases. Let's get that dancer, wherever she is. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ റൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണ്. ഇങ്ങനെ ഒരു കേസിന് ഇപ്പോൾ ഉടനെ വിധിക്കാൻ അങ്ങനെ എളുപ്പമല്ല. ഡാൻസിങ് ഗേളിനെ കൊണ്ടുവരാൻ പറയുന്നു. The dancing girl now an old woman came trembling to the court. അപ്പോൾ ഡാൻസിങ് ഗേളിന് ഇപ്പോൾ വയസ്സൊക്കെ ആയി, അവരിങ്ങനെ കോർട്ടിലേക്ക് വരികയാണ്. Did you walk up and down that street many years ago while the poor man was building a wall? Did you see him? Yes, my lord, I remember it very well. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ അതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിരുന്നു ആ സമയത്ത് ഇയാൾ മതിൽ പണിതപ്പോൾ എന്ന് ചോദിക്കുകയാണ്. അതേ ലോഡ്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അത് എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. So you did walk up and down with your ankles jingling. You were young and you distracted him, so he built a bad wall. അതെ, അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, നിങ്ങൾ അന്ന് യങ് ആയിരുന്നു, അതുകൊണ്ട് ഇയാളെ ഡിസ്ട്രാക്ട് ചെയ്തു, അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു ബാഡ് മതിൽ പണിതു. It has fallen on a poor burglar and killed him. You have killed an innocent man. You will have to be punished. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു പാവപ്പെട്ട കള്ളൻ്റെ മേലിലാണ് അത് വീണ് അയാൾ മരിച്ചു പോയത്, അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിച്ചേ മതിയാകൂ. She thought for a minute and said, my lord, wait, I know why I was walking up and down the street. I had given some gold to the goldsmith to make some jewelry for me. He was lazy scoundrel. He made so many excuses, said he would give it now and he would give it then, and so on all day. He made me walk up and down to his house a dozen times. That was when his bricklayer saw me. It's not my fault, my lord. It's damn goldsmith's fault. എന്താണ്? അതെ, ഞാനന്ന് പോയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറച്ച് സ്വർണം പണിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗോൾഡ് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ വളരെ ലേസി ആയിരുന്നു. അയാൾ ഒരുപാട് എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡസൺ ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ബ്രിക്ലെയർ എന്നെ കണ്ടത്. അതുകൊണ്ട് അത് ഗോൾഡ് സ്മിത്തിൻ്റെ ഫോൾട്ടാണെന്ന് ആര് പറയുന്നു? ഡാൻസർ പറയുന്നു. Poor thing, she is absolutely right, thought the king. Weighing the evidence, we have got the real culprit at last. Get the goldsmith, wherever he is hiding at once. എന്താണ്? അതെ, പാവമാണ് ഇവർ. ഇത് ആരുടെ തെറ്റാണ്? ഗോൾഡ് തെറ്റാണെന്ന് ആര് തീരുമാനിക്കുന്നു? രാജാവ് തീരുമാനിക്കുന്നു. The king's valet searched for the goldsmith who was hiding in the corner of his shop. When he heard the accusation against him, he had his own story to tell. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഗോൾഡ് സ്മിത്തിനെ രാജാവിൻ്റെ ആൾക്കാർ പോയി പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഈ കുറ്റം കേട്ടപ്പോൾ ഈ ആൾക്കും കുറച്ച് പറയാനുണ്ടായിരുന്നു. My lord, he said, I'm a poor goldsmith. It's true I made this dancer come many times to my door. I gave her excuses because I couldn't finish making her jewelry before I finished the rich merchant's order. They had a wedding coming and they wouldn't wait. You know how impatient rich men are. അതെ, ഞാൻ ഇവരെ കുറച്ച് വരുത്തിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അത് തീർക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരു റിച്ച് മെർച്ചൻറ്റിൻ്റെ ഓർഡർ ചെയ്ത് തീർക്കണമുണ്ടായിരുന്നു. അവരുടെ വെഡ്ഡിങ് ഞങ്ങളുടെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ റിച്ച്മെൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എത്ര ഇമ്പേഷ്യൻ്റാണ് അവരെന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ രാജാവിനോട് ചോദിക്കുകയാണ്. Who is this rich merchant who kept you from finishing this poor woman's jewelry, made her walk up and down, which distracted this bricklayer, which made a mess of his wall, which has fallen on an innocent man and killed him? Can you name him? അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് പറയാമോ ഏതാണ് റിച്ച് മെർച്ചൻറ്റ്? അയാൾ കാരണം ഈ പോർ വുമൻ്റെ ജുവലറി പണിയുന്നത് ലേറ്റായി, അത് കാരണം ഈ ബ്രിക്ലെയർ ഡിസ്ട്രാക്റ്റഡായി, അത് കാരണം എന്ത് ചെയ്തു, ഈ പോർ വോൾ പണിതു, അത് കാരണം ആ ഇന്നസെൻറ്റ് മാൻ മരണപ്പെട്ടു. ആരാണ് മെർച്ചൻറ്റ്? The goldsmith named the merchant, and he was none other than the original owner of the house whose
wall had fallen. Now justice had become full circle, thought the king. Back to the merchant. When he was rudely summoned back to the court, he arrived crying, "It wasn't me, but my father who ordered the jewelry. He was dead. He's dead. I am innocent." എന്താണ് പറഞ്ഞത്? അത് ഈ മർച്ചൻ്റ് തന്നെയാണ്. ഇപ്പോൾ മതിൽ പണിതില്ലേ, ആ മർച്ചൻ്റ് തന്നെയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതായത് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ചോദിക്കാൻ പറയുന്നത് എന്താണ്? ആ ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് അയാളും പറയുകയാണ്. But the king consulted his minister and ruled decisively, "It's true your father is the true murderer. He is dead, but somebody must be punished in this place. You have inherited everything from that criminal father of yours, his riches as well as his sins. I know at once, even when I first see it, I assumed you that you are at the root of this horrible crime. You must die." ഇതാണ് അദ്ദേഹം രാജാവ് മിനിസ്റ്ററുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു തീരുമാനം പറയുകയാണ്. നിങ്ങളുടെ അച്ഛനാണ് യഥാർത്ഥ മർഡറർ എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ അച്ഛനിൽ നിന്നെല്ലാം ഇൻഹെറിറ്റഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്വത്തായാലും ശരി പാപങ്ങളായാലും ശരി, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മരണപ്പെടണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആര് പറയുകയാണ്? രാജാവ് പറയുകയാണ്. And he ordered a new stake to be made ready for the execution. As the servants sharpened the stake and got it ready for the final impaling of the criminal, it occurred to the minister that the rich merchant was somehow too thin to be properly executed on the stake. He appealed the king's common sense. The king too worried about it. "What shall we do?" he said, when suddenly it struck him that all they need is to find a man fat enough to fit the stake. The servants were immediately sent all over the town looking for a man who would fit the stake, and their eyes fell on the disciple who had fattened himself for months on bananas and rice and wheat and ghee. ഇതാണ്. അപ്പോൾ അങ്ങനെ പുതിയൊരു സ്റ്റേക്കിലാണ് ഇത് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഈ മർച്ചൻ്റ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്, അതുകൊണ്ട് അതിനകത്ത് വെച്ച് എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആലോചിക്കുകയാണ്. അപ്പോൾ അവർ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് ചേരുന്ന ഒരാളെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഫാറ്റ് മാന് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷിച്ച് ആരിലെത്തി? ആ ഡിസിപ്പിളിലെത്തി. "What have I done wrong? I am innocent. I am sannyasi," he cried. അപ്പോൾ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? ഞാനൊരു ഇന്നസെൻ്റ് ആണ്, ഞാനൊരു സന്യാസിയാണെന്നൊക്കെ അയാൾ പറയുകയാണ്. "That may be true, but it's a royal decree that we should find a man fat enough to fit the stake." They said and carried him to the place of execution. He remembered his wise guru's words, "This is the city of fools. You don't know what they will do next." While he was waiting for death, he prayed to his guru in his heart, asking him to hear his cry wherever he was. The guru saw everything in a vision. He had magic powers. He could see far, and he could see the future, and he could see the present and past. He arrived at once to save his disciple who had got himself into such a scrape through love of food. എന്താണ് അങ്ങനെ പറയുന്നത്? എന്താണ്? അത് ശരി തന്നെയാണ്, പക്ഷേ ഇതൊരു രാജ ഉത്തരവാണ്, ഞങ്ങൾക്ക് ഒരു ഫാറ്റ് മാനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അയാളെ എക്സിക്യൂഷൻ പ്ലേസിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഇയാൾ ഡിസിപ്പിൾ ഗുരുവിനെ സ്മരിക്കുകയാണ്. അപ്പോൾ ഗുരുവിന് ഇങ്ങനെ മാജിക്കൽ പവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഗുരു പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്നു. അപ്പോൾ ഈ ശിഷ്യന് ഇത് വരാൻ കാരണം എന്താണ്? ഈ ആഹാരത്തിനോടുള്ള അമിതമായ ആഗ്രഹം മൂലമാണ്. As soon as he arrived, he scolded the disciple and told him something in a whisper. Then he went to the king and addressed him, "O wisest king, who is greater, the guru or the disciple?" "Of course the guru, no doubt about it. Why do you ask?" "Then put me to the stake first. Put my disciple to death after me." അപ്പോൾ എന്താണ്? ഉടനെ തന്നെ ഈ ഗുരു വന്ന് കുറച്ച് വഴക്കൊക്കെ ഈ ഡിസിപ്ലിനെ പറഞ്ഞിട്ട്, എന്തോ ഡിസിപ്ലിൻ്റെ അടുത്ത് സീക്രട്ടായിട്ട് പറഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. "ഓ വൈസസ്റ്റ് ഓഫ് ദ കിങ്സ്, ഹു ഇസ് ഗ്രേറ്റർ" എന്നൊക്കെ ചോദിച്ചിട്ട്, ഗുരുവാണോ ഡിസിപ്ലിനാണോ ഗ്രേറ്റർ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഗുരുവാണെന്ന് രാജാവ് പറയുന്നു. എങ്കിൽ പിന്നെ ആദ്യം എന്നെ വധിക്കാൻ തീരുമാനിക്കൂ, അതിനുശേഷം എൻ്റെ ഡിസിപ്ലിനെ കൊല്ലാമെന്നൊക്കെ പറഞ്ഞു. When the disciple heard this, he understood and began to clamor, "Me first. You brought me here first. Put me to death first, not him."
അപ്പോൾ ഇത് കേട്ടപ്പോൾ ഡിസിപ്പിൾ എൻ്റെ അടുത്ത് എന്തോ വിസ്പർ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ഗുരു. അപ്പോൾ ഡിസിപ്പിൾ തീർത്ത് വിപരീതമായിട്ട് പറയുകയാണ്, എന്നെ ആദ്യം തൂക്കിക്കൊള്ളൂ എന്നൊക്കെ ആര് പറയുകയാണ്? ഡിസിപ്പിൾ പറയുകയാണ്. ദ ഗുരു ആൻഡ് ദ ഡിസിപ്പിൾ നൗ ഗോട്ട് ഇൻ ടു എ ഫൈറ്റ് അബൌട്ട് ഹൂ ഷുഡ് ഗോ ഫസ്റ്റ്. ദ കിങ് വാസ് പസിൽഡ് ബൈ ദിസ് ബിഹേവിയർ. ഹി ആസ്ക്ഡ് ദ ഗുരു, വൈ ഡു യു വാണ്ട് ടു ഡൈ? വി ചൂസ് ഹിം ബിക്കോസ് വി നീഡഡ് എ ഫാറ്റ് മാൻ ഫോർ ദ സ്റ്റേക്ക്. അപ്പോൾ എന്താണ്, അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഈ രാജാവ് വളരെ പസിൽഡായിപ്പോയി. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തിനും മരിക്കണം? നമ്മൾ അയാളെ ചൂസ് ചെയ്ത് അയാൾ ഫാറ്റ് ആയതുകൊണ്ടാണ്. യു ഷുഡിൻറ്റ് ആസ്ക് മീ സച്ച് ക്വസ്റ്റ്യൻ, പുട്ട് മീ ടു ഡെത്ത് ഫസ്റ്റ്, റിപ്ലൈഡ് ദ ഗുരു. അപ്പോൾ എന്താണ്, എൻ്റെ അടുത്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, എന്നെ ആദ്യം കൊല്ലൂ എന്ന് പറയുകയാണ്. വൈ ദർ സം മിസ്റ്ററി ഹിയർ, ആസ് എ വൈസ് മാൻ യു മസ്റ്റ് മേക്ക് മീ അണ്ടർസ്റ്റാൻഡ്. എന്തിനാണ് അത്? അപ്പോൾ എന്തോ മിസ്റ്ററി ഉണ്ടല്ലോ, നിങ്ങളൊരു ബുദ്ധിയുള്ള മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി തരണം. വിൽ യു പ്രോമിസ് ടു പുട്ട് മീ ഡെത്ത് ഇഫ് ഐ ടെൽ യു? ആസ് ദ ഗുരു. ദ കിങ് ഗേവ് ഹിം എ സോളം വേർഡ്. The Guru took him aside out of his servant's earshot and whispered to him, "Do you know why we want to die right now? The two of us. You have been all over the world and we have never found a city like this or a king like you. That stake is a stake of the God of justice. It's new. It has never had a criminal on it. Whoever dies on it first will be reborn as a king of this country, and whoever goes next will be the future minister of this country. We are sick of our ascetic life. It would be nice to enjoy ourselves as king and minister for a while. Now keep your word, my lord, and put us to death. Me first, remember." ഇപ്പോൾ പറയുകയാണ് എന്താണ്, ഇത് എന്താണ്, ഞാൻ പറഞ്ഞു തന്നാൽ എന്നെ ആദ്യം തൂക്കിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുവരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് ഒരു സോളം വേർഡ് കൊടുത്തു. അതിനുശേഷം പറയുകയാണ്, ഇവിടെ ആദ്യം ഇതൊരു പുതിയ സ്റ്റേക്കാണ്. അപ്പോൾ ഇത് ഗോഡ് ഓഫ് ജസ്റ്റിസിൻ്റെ തന്നെ സ്റ്റേക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ക്രിമിനൽസിനെ ഇതുവരെ ഇതിനകത്ത് തൂക്കി കൊന്നിട്ടില്ല. അപ്പോൾ ഇതിലാദ്യമായിട്ട് തൂക്കിക്കൊല്ലുന്ന ആൾ ഇനി ഇവിടുത്തെ രാജാവാകുമെന്ന്. രണ്ടാമത് തൂക്കിക്കൊല്ലുന്ന ആൾ എന്തായാവും? കൊല്ലുന്ന ആൾ ആരാവും? ഇവിടുത്തെ അടുത്ത മന്ത്രിയാവുമെന്നും പറയുന്നു. അതുകൊണ്ട് എന്നെ തന്നെ ആദ്യം തൂക്കിക്കൊല്ലാൻ ആര് പറയാണ്? ഗുരു പറയാണ്. The king was now thrown into a deep thought. He didn't want to lose the kingdom to someone else in the next round of life. He needed time, so he ordered the execution postponed to the next day and talked in secret with his minister. It is not right for us to give over the kingdom to others in the next life. Let's go on the stake ourselves and we will be reborn as king and minister again. Holy men do not tell lies, he said, and the minister agreed. അപ്പോൾ ഈ കിങ് ഒരുപാട് ഡീപ്പ് തോട്ടിൽ പോയി എന്നിട്ട് ആ എക്സിക്യൂഷൻ പോസ്റ്റ്പോൺ ചെയ്യാണ്, പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വേറൊരാൾക്കും രാജാവ് കൊടുക്കില്ലെന്ന് ആര് തീരുമാനിക്കുന്നു? രാജാവ് തീരുമാനിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, മന്ത്രികളെ വിളിച്ച് പറയുകയാണ്, ഈ ഹോളി മെൻസ് ഒരിക്കലും കള്ളം പറയാറില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട അടുത്ത തവണ നമ്മൾ തന്നെ രാജാവാവും, അത് രാജാവും മന്ത്രിയുമാവും. അതുകൊണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം? മരിക്കാമെന്ന് പറയുന്നു. So he told the executioners, "We will send the criminals tonight. When the first man comes to you, put him to the death first. Then do the same to the second man. Those are my orders. Don't make any mistake." അപ്പോൾ എക്സിക്യൂഷണേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ് രാജാവ് ചെന്നിട്ട്, ഇന്ന് രാത്രി ഞങ്ങൾ ക്രിമിനൽസിനെ ആയിരിക്കും. ആദ്യം വരുന്ന ആളിനെ ആദ്യം കൊല്ലണം, രണ്ടാമത് വരുന്ന ആളെ രണ്ടാമത് കൊല്ലണം, ഒരു മിസ്റ്റേക്കും വരുത്തരുത്. That night the king and his minister went secretly to the prison, released the guru and the disciple, disguised themselves as two, and arranged beforehand with loyal servants, were taken to the stake and promptly executed. അപ്പോൾ അന്ന് രാത്രി എന്ത് ചെയ്തു? കിങ്ങും മിനിസ്റ്ററോടെ സീക്രട്ടായിട്ട് പ്രസൻറ്റിൽ പോയി ഗുരുവിനെ ശിഷ്യനെ മാറ്റിയിട്ട് അവർ കയറി നിന്നു. എന്നിട്ട് അവരെ കൊണ്ടുപോയി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. When the bodies were taken down to be thrown to crows and vultures, the people panicked. They saw before them two dead bodies of the king and ministers. The city was in confusion. All night they mourned and discussed the future of the kingdom. So people suddenly thought of the guru and the disciple and caught up with them, and they were preparing to leave town unnoticed. "We people need a king and minister," said someone. Others agreed. They begged the guru and the disciple to be their king and minister. It didn't take many arguments to persuade the disciple, but it took longer to persuade the guru. They finally agreed to rule the kingdom of the foolish king and the silly minister on the condition that they would change all the old laws
for them. For then on, night would again be night and day would again be day, and you could get nothing for her to do. It became like any other place. അപ്പോൾ അന്ന് മരണശേഷം എന്താണ് ഈ ബോഡീസൊക്കെ ക്രോസിനും വൾച്ചേഴ്സിനും എറിഞ്ഞു കൊടുക്കാൻ നേരത്താണ് ആളുകൾ അറിയുന്നത് ഇതാരാണ്, കിങ്ങും മിനിസ്റ്ററുമാണ് മരിച്ചതെന്ന്. അപ്പോൾ സിറ്റി മൊത്തം കൺഫ്യൂഷനായി. അപ്പോൾ രാജ്യത്തിൻ്റെ ഭാവി ഓർത്ത് എല്ലാവരും വിലപിക്കുന്ന സമയത്ത് ആരെയും കാണാതെ രക്ഷപ്പെടാൻ നോക്കിയായിരുന്നു ഈ ഗുരുവും ശിഷ്യനും. അപ്പോൾ ജനങ്ങൾ ഇവരെ കണ്ടു, എന്നിട്ട് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത രാജാവ് മന്ത്രിയാവണമെന്ന്. അങ്ങനെ ഡിസിപ്ലിനെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റി. ഗുരുവിനെ എന്ത് ചെയ്തു, കുറച്ച് സമയം എടുത്ത് കൺവിൻസ് ചെയ്തു. അങ്ങനെ അവരവിടുത്തെ രാജാവും മന്ത്രിയുമായി. അവിടുത്തെ ഓൾഡ് ലോസൊക്കെ മാറ്റി. അന്ന് മുതൽ രാത്രിയും പകലുമായി മാറി. ഒരു ഡുഡുവിന് ഒന്നും കിട്ടാത്ത അവസ്ഥയുമായി. ബാക്കി എല്ലാ സ്ഥലങ്ങളെ കണക്കാതെ ഏത് സ്ഥലവും മാറി. ഈ കിങ്ഡം ഓഫ് ഫൂൾസ് എന്ന് പറയുന്ന സ്ഥലവും മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ 10.